പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. വേഗം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫെഡറിക് നിക്കോൾസൺ. അടുത്തത്, ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് മഹലാനോബിസ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ പിതാവ് മഹലാനോബിസ്. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് MN റോയ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലാനോബിസ്. ശാസ്ത്രീയമായ രീതിയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് VK RV റാവു. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഏക ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. ആസൂത്രണ കമ്മീഷൻ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. പ്ലാനിംഗ് എന്ന ആശയം ആദ്യമായി വികസിപ്പിച്ചത് ജോസഫ് സ്റ്റാൻലി. ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് നാരായൺ അഗർവാൾ. ആസൂത്രണ കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേങ് സിംഗ് അലുവാലിയ. നീതി ആയോഗ് പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധുശ്രീ ഖുള്ളർ. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ. ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിൽ പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നടത്തിപ്പിൽ പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. ഗരീബി ഘടാവോ എന്ന് ആഹ്വാനം ചെയ്തത് ഇന്ദിരാഗാന്ധി. റോളിംഗ് പ്ലാൻ പദ്ധതി നിർത്തലാക്കിയ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. 25 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.